ഹായ് ഗൈസ്. കഴിഞ്ഞ ദിവസം എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിറങ്ങുമ്പോൾ വഴിയരികിൽ കണ്ടൊരു കാഴ്ചയാണ് കേട്ടത്. ഒരു പാചകം. വളരെ കൗതുകം തോന്നി. പിന്നെ ഞങ്ങൾ നേരെ മറൈൻ ഡ്രൈവിലേക്കാട്ടോ പോയത്. അവിടെ ഓണം ഫെയർ കാണാമെന്ന് കരുതി പോയതാണ്. അപ്പോൾ അവിടെ മറ്റൊരു എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു, ലോക് സംവർദ്ധൻ പർവ്. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ ഒന്ന് കയറി നോക്കാൻ തീരുമാനിച്ചു. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് നടത്തുന്നതാണ്. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്സിൽ നിന്നുള്ള ആളുകളുടെ സ്റ്റോളുകൾ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആദ്യം UPയുടെയാണ് കണ്ടത്. ഉത്തർപ്രദേശിൻ്റെ കാർപ്പറ്റ്സൊക്കെ വിൽക്കുന്ന ഒരു സ്റ്റോള്. പിന്നെ ലാക്കോവേ ടോയ്സ്, ഇത് കർണാടകയുടെയാണ്. ഇത് നല്ല കളർഫുള്ളായിട്ടുള്ള വുഡൻ ഹാൻഡിക്രാഫ്റ്റ്സും ടോയ്സും ഒക്കെ ഉണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള കരകൗശല വിദഗ്ധർ, നെയ്ത്തുകാർ, പാചക വിദഗ്ധർ, സംരംഭകർ എന്നിവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു മാർക്കറ്റ് ലിങ്കേജ്, ഒരു നാഷണൽ എക്സ്പോഷർ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണിത് ഫോം ചെയ്തിട്ടുള്ളത്. കൊച്ചിയിൽ ഇത് ആദ്യമായിട്ടാണ്. ഇതൊരു ലാംപ് ഷെയ്ഡിൻ്റെ സ്റ്റോളാണ്. പിന്നെ ജ്വല്ലറീസിൻ്റെ വൈഡ് കളക്ഷൻസ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ കോളേജ് ഗോയിങ് സ്റ്റുഡൻസൊക്കെയാണ് വരുന്നതെങ്കിൽ അവർക്ക് ഇപ്പോൾ വളരെ ആവശ്യമായിരിക്കും. ഓണം സെലിബ്രേഷൻ്റെ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റിയ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ലെതർ പപ്പറ്റ്റി, ആന്ധ്രാപ്രദേശിൻ്റെയാണ്. ലെതറിലാണ് ഈ വർക്ക്സൊക്കെ ചെയ്തിരിക്കുന്നത്. ലാംപ് ഷെയ്ഡ്സ്, ഹാങ്ങിങ്സ് ഒക്കെ ഉണ്ട്. ഹാങ്ങിങ്സിന് ഒരു 500 റുപ്പീസ് ആ റേഞ്ചൊക്കെയാണ് വരുന്നത്. പിന്നെ ഇത് ചന്നപ്പട്ടണ ടോയ്സ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. നാച്ചുറൽ ഡൈയിലൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ സേഫായിട്ടുള്ള ഇക്കോ ഫ്രണ്ട്ലി ടോയ്സാണ്. വൈബ്രൻറ്റ് കളേഴ്സും സ്മൂത്ത് ഫിനിഷിംഗ് ഒക്കെയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. പിന്നെ ഇത് ഹൈദരാബാദ് പേൾസിൻ്റെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ കളക്ഷൻസും വൈഡ് കളക്ഷൻസാണ്. ഒത്തിരി നല്ല കളേഴ്സും ഒത്തിരി വെറൈറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഇത് മെൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോളാണ്. ഉത്തർപ്രദേശിൻ്റെയാണ്. കുറേ കുർത്താസ്, ഷർട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കുറേ ഖദറിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു, ഖദർ ഷർട്ടിൻ്റെയൊക്കെ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഖദർ വലിയ ഇഷ്ടമായത് കാരണം ഒരു ഖദർ ഷർട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. പിന്നെ നെക്സ്റ്റ് ഒരു കുർത്തി, കോട്ടൺ കുർത്തീൻ്റെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. അവിടെയും സിംഗിൾ പീസും 2 പീസ് 3 പീസ് അങ്ങനെ ഓരോന്നിനും ഓരോ വിലയാണ് കേട്ടോ. പിന്നെ ഡൽഹിയുടെ ഒരു മെറ്റൽ ജ്വല്ലറിയുടെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. അവിടുത്തെ കളക്ഷൻസും വൈഡ് കളക്ഷൻസാണ് അവിടെ. നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിരുന്നു. നെക്ക് പീസൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ വാച്ചസ്, ഇത് സ്റ്റേറ്റ്മെൻറ്റ് ജ്വല്ലറീസൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. ഇത് റിങ്ങാണിത്. ഇതിന് ഒരു 300, 350 ആ റേഞ്ചിലുള്ള റിങ്ങുകളൊക്കെയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം കാണാനായിട്ട്. പിന്നെ ഇത് ഹെയർ പിന്നാണ്, പെൻഡൻസ്. നെക്ക് പീസ് വളരെ എക്സ്പെൻസീവായിരുന്നു. കുറേ ഉണ്ടായിരുന്നു അങ്ങനത്തെ, കാണാൻ നല്ല ഭംഗിയായിരുന്നു എല്ലാം. പിന്നെ വാച്ചസ്, ബ്രേസ്ലെറ്റ്, പേളിൻ്റെയൊക്കെ ബ്രേസ്ലെറ്റ് ഒത്തിരി ഉണ്ടായിരുന്നു. ഇതൊരു മാലയാണ്. പിന്നെ ബാന്തിനി ഡിസൈനുള്ള ദുപ്പട്ടാസ്, അതിൻ്റെ ഒരു ഗുജറാത്തിൻ്റെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ബീഹാറിൻ്റെയാണ്. മധുബനി പെയിൻറ്റിങ്സ് എല്ലാവർക്കും അറിയുന്നതാണ്. വളരെ എക്സ്പെൻസീവാണ്. ഇപ്പോൾ ഇതൊക്കെ തന്നെ ഒരു 10K 20K ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ക്യാൻവാസിലും ക്ലോത്തിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. ക്ലോത്തിൽ ചെയ്ത ദുപ്പട്ടാസൊക്കെ അവിടെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഈ വലിയ പെയിൻറ്റിങ്ങിന് തന്നെ അവർ 50,000 പറയുന്നുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നത് കാണാനായിട്ട്. പിന്നെ നെക്സ്റ്റ് ഒരു ബസ്റ്റർ അയൺ ക്രാഫ്റ്റാണ്. ഇത് ഛത്തീസ്ഗറിൻ്റെയാണ്. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അത് ഒരുപാട് ഇങ്ങനെ ഐഡൽസ്, പിന്നെ ഹുക്സ്, നമ്മൾ കീസൊക്കെ ഇടാനുള്ള ഹുക്സ്, ഹാങ്ങിങ്സ്, പിന്നെ ഇങ്ങനെ ആനിമൽസിൻ്റെയൊക്കെ ഡെക്കോ പീസസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കുറേ. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ എല്ലാ സ്റ്റോളിലും ആർട്ടിസ്റ്റിൻ്റെ പേരും അവരുടെ സ്റ്റേറ്റ്, പിന്നെ ഇവർ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് എല്ലാ സ്റ്റോളിലും ഇങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലിങ്ങനെ ഒരു മാനിൻ്റെ ഒരു രൂപമുള്ളത് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളത് ഞാൻ എടുത്തു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നെക്സ്റ്റ് ഇങ്ങനെ കുറേ നടക്കുമ്പോൾ സൈഡിലൊക്കെ ഇങ്ങനെ കുറേ ബെൽസൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു 250, 350 റേഞ്ചിലൊക്കെയാണ് അതിൻ്റെ സൈസ് അനുസരിച്ചാണ്. പിന്നെ ഒരു ബാംബൂവിൻ്റെ സ്റ്റോൾ ഉണ്ടായിരുന്നു. ഇവിടെ എനിക്ക് കുറേ പ്ലാന്റ് ഹാങ്ങേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം ഈ റെയിൻ സ്റ്റിക്കാണ്.
ഇതിൻ്റെ സൗണ്ട് എല്ലാവരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. 1250 രൂപയാണ് ഇതിൻ്റെ വില. ഈ വലുതിന്. ഇതിൻ്റെ തന്നെ ചെറുതുമുണ്ട്, അതിന് 850 രൂപയാണ് അതിൻ്റെ വില. അപ്പം ഞങ്ങൾ ഒത്തിരി ലേറ്റായി ചെന്നപ്പോൾ, അതുകൊണ്ട് ഓരോ സ്റ്റോളുകളൊക്കെ അടച്ചു തുടങ്ങി. ഇത് ബാംബുവിൻ്റെ തന്നെയാണ്. വിൻചൈം, പ്ലാൻ ഹാങ്ങർ, അതൊക്കെയാണ് കിടക്കുന്നത്. ഇതിൻ്റെ കുറേ ലാമ്പ് ഷെയ്ഡ്സും ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു എല്ലാം കാണാൻ. ഇതെല്ലാം പീസ് റേറ്റാണ്. ഓരോ ഒന്നിൻ്റെയും വലിപ്പം അനുസരിച്ചൊക്കെയാണ് ഈ ബെൽസിൻ്റെയൊക്കെ വിലകൾ. ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് ഓരോ സ്റ്റോളുകൾ അടച്ചു തുടങ്ങി. അപ്പോൾ എന്തായാലും നാളെ വന്നിട്ട് ബാക്കിയെല്ലാം കാണണമെന്ന് വിചാരിച്ചു. ഇതവർ പ്രാർത്ഥിക്കുന്നതാണ് സ്റ്റോളൊക്കെ അടച്ചിട്ട്. ഇത് വെസ്റ്റ് ബംഗാളിൻ്റെ ചിക്കൻ കറി എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള ഒരു കുർത്തീസിൻ്റെ മെറ്റീരിയൽസിൻ്റെ ഒരു സ്റ്റോളാണ്. ഇത് ഒരു സിംഗിൾ കുർത്തി മെറ്റീരിയലാണ്. ഇതിന് 950 ആണ് ഇതിൻ്റെ വില. അതിന് ഫ്രണ്ടിൽ മാത്രമാണ് എംബ്രോയ്ഡറി വർക്ക് ഉള്ളത്. ബാക്ക് സൈഡ് പ്രിൻ്റ് ആയിരിക്കും. ഇതെല്ലാം അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സാണ്. പിന്നെ ഇതെല്ലാം 3 പീസ് കുർത്തി മെറ്റീരിയൽസാണ്. അതിൻ്റെ കൂടെ ദുപ്പട്ടയും ബോട്ടവും ഉണ്ടാവും. അതിനെല്ലാം 3500 എബോവ് ആണ്. പിന്നെ വന്നത് നെറ്റിപ്പട്ടം, കേരളയുടെ ഒരു സ്റ്റോളായിരുന്നു. പിന്നെ ഇത് UPയുടെ തന്നെ ഒരു സ്റ്റോളാണ്. അതിൽ ചെറിയ ചെറിയ മസാല ബോക്സ്, പിന്നെ ചെറിയ ബോൾസ്, പിന്നെ ചെറിയ ടേബിൾ, ഈസി ചെയർ, കോർണർ സ്റ്റാൻഡ്, അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് UPയുടെ. പിന്നെ ഇത് പഞ്ചാബിൻ്റെ ഒരു സ്റ്റോളായിരുന്നു. പിന്നെ ഇത് കേരളയുടെയാണ്. പാള കൊണ്ടുള്ള പ്ലേറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നത് കുടുംബശ്രീയുടെയാണിത്. അതും ക്ലോസ് ചെയ്യാൻ തുടങ്ങുമായിരുന്നു. പിന്നെ നെക്സ്റ്റ് കണ്ടത് ഇവിടെ ഒരു മെറ്റലിൻ്റെയൊക്കെ ഒരു ഹോം ഡെക്കോ പീസസൊക്കെ വിൽക്കുന്ന ഒരു സ്റ്റോളാണ്. ഉത്തർപ്രദേശിൻ്റെയാണിത്. ഇത് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് പാത്രങ്ങളും പിന്നെ ബെൽസ്, സിന്ദൂരച്ചിപ്പ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുടെയൊക്കെ നല്ലൊരു കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ നമുക്ക് ഹോം ഡെക്കോ പീസായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റംസ് ആയിരുന്നു. എല്ലാവരും ക്ലോസ് ചെയ്യാനുള്ള തിരക്കായതുകൊണ്ട് നമുക്കൊന്നും ശരിക്കും കാണാനായിട്ടുള്ള സാവകാശം ഉണ്ടായിരുന്നില്ല. ഒത്തിരി ലേറ്റായി ഞങ്ങൾ ചെന്നപ്പോൾ. ഇത് മെറ്റലിൻ്റെ ബാംഗിൾസാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു അതൊക്കെ കാണാൻ. പിന്നെ ഒരു ഹരിയാനയുടെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. സാരി, സൽവാറൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഇത് വുഡിൽ ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള കുറേ ഐറ്റംസ്, നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റിയതും ഹോം ഡെക്കറായിട്ട് വെക്കാൻ പറ്റിയതൊക്കെ ആയിട്ടുള്ള വുഡൻ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ചീപ്പ് റേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് വൺ സൈഡ് ഇരിക്കുന്ന ഏതെടുത്താലും 200, അപ്പുറത്തെ സൈഡ് ഇരിക്കുന്നത് ഏതെടുത്താലും 300, അങ്ങനത്തെ ഒരു സെയിലായിരുന്നു അവിടെ. പിന്നെ 100ൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം എന്തായാലും വരണമെന്ന് കരുതി തന്നെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അതിൻ്റെ വൺ സൈഡ് ഒരു സ്റ്റേജ്, അവിടെ പ്രോഗ്രാംസൊക്കെ നടക്കും. ഓപ്പോസിറ്റ് സൈഡ് ഫുഡ് കോർട്ടായിരുന്നു. ഇതും ഓരോ സ്റ്റേറ്റിൽ നിന്നുള്ള അവിടുത്തെ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ്, അതൊക്കെ ഒരു ലൈവ് കിച്ചണായിരുന്നു. അതൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്ന ഒരു ഫുഡ് കോർട്ട്. എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ഫുഡും ഉണ്ടായിരുന്നു. കേരളയുടെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ. ഇത് മിക്കതും UPയുടെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഒരു അവസരത്തിലല്ലെങ്കിലും ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഫുഡൊക്കെ ഇവിടെ ഒത്തിരി കിട്ടും. എന്നാലും അവരുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡെല്ലാം അവിടെ വെച്ചിരുന്നത്. ഫുഡൊന്നും ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ നിന്നില്ല കേട്ടോ. മോൾ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ നാളെ എന്തായാലും ഈ എക്സിബിഷൻ കാണാൻ വരണം എന്നുള്ള തീരുമാനത്തിലാണ് അന്ന് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. എൻട്രിയും കാർ പാർക്കിങ്ങും എല്ലാം ഇവിടെ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി ബാക്കിയുള്ള സ്റ്റോളുകളും കൂടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത്, വലിയ മഴക്കാറായിരുന്നു കേട്ടോ അവിടെ. എന്തായാലും മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അതിനകത്തേക്ക് കയറിപ്പറ്റി. അപ്പോൾ ഇന്ന് അത്യാവശ്യം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളെയൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ കാണാത്ത സ്റ്റോളുകളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ. ക്രോക്കറീസിൻ്റെ വൈറ്റ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾ മാത്രമല്ലാണ്ട് കുറച്ച് ലേഡീസിൻ്റെയൊക്കെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഈ ക്രോക്കറീസിൻ്റെ സൈഡിലൊക്കെ. പിന്നെ ജൂട്ട് ബാഗ്സ്, ബാസ്ക്കറ്റ്സ്, അങ്ങനത്തെ കുറേ സ്റ്റോളുകളുണ്ടായിരുന്നു. ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണ് കേട്ടോ ഈ ബാസ്ക്കറ്റ്സൊക്കെ. പിന്നെ ക്രോക്കറീസ് അത്യാവശ്യം നല്ല വിലയൊക്കെ ഉണ്ടായിരുന്നു ക്രോക്കറീസിന്. ഈ ബൗളിനൊക്കെ 550,
അതിൻ്റെ വലിപ്പം അനുസരിച്ചാണ് ഓരോന്നിനും വിലയിട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ചെറിയ ഈ ഒരു ബോളിൻ്റെ വില 450 ആയിരുന്നു. അപ്പോൾ പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഈ ക്രോക്കറീസിൻ്റെ സെക്ഷനിൽ തന്നെ ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഈ സെർവിങ് പ്ലേറ്റൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. കപ്പ് ആൻഡ് സോസർ അങ്ങനത്തെ അതിലൊക്കെ ഭയങ്കര കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോളാണ്. അദ്ദേഹം ഒരു മൈക്രോബയോളജിസ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. How we are trying to connect this trans-Himalayan medicinal plants with aromapathy with sound therapy, and that with acupressure. ഇദ്ദേഹം സിംഗിങ് ബോളിൻ്റെ ഡെമോൺസ്ട്രേഷനാണ് ഇപ്പോൾ നമുക്ക് കാണിച്ചു തരുന്നത്. Ready? This, initially it moves or it creates a mask around the corn. Once mask is created, then comes this. It energizes. Touch it. There's a lot of vibration. Close it. This strengthens the relation of gut and brain. Right? You cook. Enjoy. Bye bye. ഇത് കേരളയുടെ മ്യൂറൽ പെയിൻറ്റിങ്സിൻ്റെ ചെറിയൊരു സ്റ്റോൾ ഉണ്ടായിരുന്നു. പിന്നെ രാജസ്ഥാൻ ജ്യോതിസിൻ്റെ ഒരു സ്റ്റോള്, നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട്. പിന്നെ കണ്ടത് ഗുജറാത്തിൻ്റെയാണ്. ഗുജറാത്തിൻ്റെ നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള പില്ലോ കവേഴ്സ്, ബാഗ്, പിന്നെ കുഷൻ കവേഴ്സ് അങ്ങനെയുള്ള എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ക്ലോത്തിൽ അവർ കൈകൊണ്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. നല്ല ഭംഗിയായിരുന്നു എല്ലാം കാണാനായിട്ട്. നെക്സ്റ്റ് കണ്ടത് ലക്ഷദ്വീപിൻ്റെ, ഇതൊരു വെറൈറ്റി ചെരുവേ ഉള്ളൂ. പിന്നെ ലക്ഷദ്വീപിൻ്റെ തന്നെ അവരുടെ തന്നെ കുറേ ജ്വല്ലറീസാണ് ഈ കാണുന്നത്. ഇത് നല്ല ഭംഗിയായിരുന്നു എല്ലാം കാണാനായിട്ട്. നെക്സ്റ്റ് കണ്ടത് പഞ്ചാബിൻ്റെ കുർത്തീസൊക്കെ വിൽക്കുന്ന ഒരു സ്റ്റോളായിരുന്നു. ഇത് കേരളയുടെ സ്റ്റോളാണ്. ഇതും നെക്സ്റ്റ് വന്നതും കേരളയുടെ സ്റ്റോർ തന്നെയാണ്. ഇത് അടയ്ക്കാമരത്തിൻ്റെ ഇല ഉണക്കിയിട്ട് അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഫ്ലവേഴ്സ് എല്ലാം എന്നാണ് അവർ പറയുന്നത്. ഇതിൻ്റെ സ്റ്റെം ഒറിജിനലാണ്. ഇത് ഒരു പീസിന് 50 രൂപയാണ് അവർ പറയുന്നത്. ഇത് നമുക്ക് ഫ്ലവർ വേസിലൊക്കെ ഇട്ട് വയ്ക്കാം, നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇതുകൊണ്ട് ബൊക്കെയൊക്കെ അവർ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് തരും. നെക്സ്റ്റ് തമിഴ്നാടുവിൻ്റെ ഒരു സ്റ്റോളായിരുന്നു. കാഞ്ചീപുരം സാരീസാണ് ഇവിടെ മുഴുവൻ കണ്ടത്. ഒത്തിരി കളേഴ്സ് ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ള സാരീസൊക്കെ ആയിരുന്നു എല്ലാം. കാഞ്ചീപുരം സാരി പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കാം. പിന്നെ ഇത് ബ്ലൂ പോട്ടറിയാണ്, ഗുജറാത്തിൻ്റെ. ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇതിന് എല്ലാം തന്നെ ഉണ്ട് ഇതിനകത്ത്, ക്രോക്കറി ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു ഇത് കാണാനായിട്ട്. ഇത് വുഡിൻ്റെ ഒരു ബോക്സാണ്, ക്യാഷ് ബോക്സായിട്ടോ ജ്വൽ ബോക്സായിട്ടൊക്കെ ഉപയോഗിക്കാം. ഇതിനെല്ലാം 200 റുപ്പീസാണ് കേട്ടോ വരുന്നത്. ഇത് ഒരു ട്രേ ആണ് ഇതിന്. പിന്നെ നമുക്ക് ഇവിടുന്ന് ഓരോ ഷെൽഫൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ഹുക്കൊക്കെ ഇവിടെ അറ്റാച്ച് ചെയ്ത് തരും. ഹാങ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് തരും. ഞാനിവിടുന്ന് ഈ കാണുന്ന ഒരു സ്റ്റോറേജ് ബോക്സും ഒരു ട്രേയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോകാൻ നോക്കിയപ്പോൾ നല്ല മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. പിന്നെ കുറച്ച് നേരം കൂടെ അവിടെ നിന്നു. മഴയൊന്ന് കുറഞ്ഞിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. നല്ലൊരു മഴയത്തൊക്കെ ഇങ്ങനെ നടക്കാനായിട്ട് നല്ലൊരു വൈബായിരുന്നു കേട്ടോ. കുറച്ചങ്ങോട്ട് കാർ പാർക്കിങ്ങിലേക്ക് അങ്ങോട്ട് കുറച്ച് നടക്കണമായിരുന്നു. ഇവിടെ കാർ പാർക്കിംഗ് എൻട്രി എല്ലാം ഫ്രീ ആയിട്ടും ആളുകൾക്ക് ഇതെന്താണെന്ന് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാലാണ്, ഞാനും അറിയാതെയാണ് കയറിയത്. ഇത് കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് വന്നൊക്കെ നോക്കും എല്ലാവരും. ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, കുട്ടികളൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഒത്തിരി സാധനങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അധികം എമൗണ്ടൊന്നും ഇല്ലാത്ത നല്ല കരകൗശല വസ്തുക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും.
അപ്പോൾ നിങ്ങൾക്കിത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു 10-day ഫെയർ ആണ്. 10 ദിവസം സെപ്റ്റംബർ 7th വരെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒക്കെ വന്ന് കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്.